വന്നിട്ട് 8:39 ആയി. ലൈക്ക് സണ്ണ് വന്നു. This is the Nikon nail enamel. ഐറ്റിയിൽ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ കയ്യിൽ ബാഗുണ്ട്. അതാണ് വീട്ടിലേക്ക് പോകണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ പോകേണ്ടത്. പക്ഷേ എനിക്ക് കുറച്ച് പേടിയായതുകൊണ്ട് ഞാനിപ്പോൾ ഡ്രസ്സ് മാറ്റി വീട്ടിലേക്ക് വന്ന് ഡ്രസ്സ് മാറ്റി ഹാളിൽ ഇരുന്ന് എൻ്റെ ബാക്കി പണി ചെയ്യാൻ പോകണം. ഇതാണ് പ്ലാൻ. വെളിച്ചമില്ല, തന്നെ വെളിച്ചം. ഇതാണ് പ്ലാൻ. എൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ പ്ലേലിസ്റ്റ് മലയാളം പ്ലേലിസ്റ്റ്. സോ ഞാൻ ഒരു ഡോണറ്റ് വാങ്ങി. ഇതും ഷോപ്പ് പാട്ട് കോപ്പിറൈറ്റോ. ചോക്ലേറ്റാണ്, ഫുള്ളി ചോക്ലേറ്റാണ്. ഇതിൻ്റെ ഉള്ളിലും ചോക്ലേറ്റാണ്. ഇതിൻ്റെ പേര് ട്രിപ്പിൾ ചോക്ലേറ്റ് ഡോണറ്റ് എന്നാണ്. സോ ബട്ട് ഫസ്റ്റ് കോഫി എന്നെഴുതിയ കപ്പാണിത്. But I quit coffee. 도로 잡자. 도로 일단 잡아. 한 번 더잖아. 그치. 한 번 더. 그 윷도 되잖아. 일단 윷 한번 잡을까? 잡아야지. 어버? 어버? 나 믿어. 네? 오케이. Japanese cotton cheesecake. ഹായ് ഗൈസ്, ഞാനിപ്പോൾ ട്രെയിനിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലഗേജ് കണ്ടാൽ ഔട്ട്ഫിറ്റ് യെസ്. എൻ്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ സൂപ്പർവൈസറിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉറക്കം വരുന്നു. ഇപ്പോൾ അടുത്ത ട്രെയിൻ കയറാൻ സ്റ്റേഷനിൽ ഇപ്പോൾ ട്രെയിനിലുള്ള ആൾക്കാരൊക്കെ ടെർമിനൽ 2-ലാണ്, ടെർമിനൽ 4-ആണ് എൻ്റെ ബോർഡിംഗ് പാസിൽ എഴുതിയിരിക്കണം. സോ എനിക്ക് ഉറക്കം വന്നിട്ട്, പക്ഷേ കുഴപ്പമില്ല, ഞാൻ പ്ലെയിനിൽ കിടന്നുറങ്ങും.
ആണെങ്കിൽ എയർപോർട്ട് എത്തി, ട്രോളി എടുത്തു, സക്സസ്ഫുള്ളി എത്തി. ഞാൻ ഭയങ്കര പക്ഷെ ഇത്ര ബാഗ് വെച്ചിട്ട് വരാൻ കുറച്ച് ടോർച്ചറായിരിക്കും എന്ന് വിചാരിച്ചതിനേക്കാളും എളുപ്പത്തിൽ. എൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് 9 മണിക്കാണ്. അതുവരെയ്ക്കും എനിക്ക് പണിയില്ല. ഞാനിപ്പോൾ അബുദാബിയിലാണ്. എൻ്റെ ബോർഡിങ് സമയം വന്നിട്ട് 7:55 ആയിരുന്നു. ഇപ്പോൾ സമയം 8:10 ആയി. എൻ്റെ ഫ്ലൈറ്റ് സമയം 8:40 തോന്നുന്നു. സോ 8:20 ഗേറ്റ് അടയ്ക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ചെക്കിനിൽ കൂടി ഞാൻ വേഗം പോയി കയറി. ആ ഫ്ലൈറ്റിൽ വന്നിട്ട് ഫ്ലൈറ്റ് നിർത്തിയിട്ട് 1 മണിക്കൂർ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വെക്കുന്നതൊക്കെ അതന്നെ പ്രശ്നമില്ല. ഇതാണ് ഫസ്റ്റ് ക്ലാസ് ബുക്ക് ചെയ്ത് പോകണമെന്ന് പറയുന്നത്. കയറി ഇപ്പോൾ ഫ്ലൈറ്റ് കയറാം സക്സസ്ഫുള്ളി. പക്ഷെ അങ്ങനെ ലേറ്റായി വന്നാലും എന്നെ വിട്ടിട്ട് പോകുന്നൊന്നും തോന്നില്ല. അതുകൊണ്ട് എൻ്റെ ഭംഗി കാണും. 10 ഭംഗിയില്ല. അവസാനം ബാംഗ്ലൂർ വാട്ടർഫാൾ കാണുന്നു. ഇവിടെ ഭംഗിയുള്ളൊരു വാട്ടർഫാൾ ഉണ്ടാവും. അവസാനം ബാംഗ്ലൂർ എത്തി. എൻ്റെ എനർജിയൊക്കെ ആ ഒരു സ്ട്രോട്ട് കുടിച്ച പോലെ ഉണ്ട് എന്നെ കാണാൻ. എന്നാലും കുഴപ്പമില്ല, വീട്ടിൽ പോകാൻ ഞാൻ. ഹായ് ഗൈസ്, ഞാൻ വന്നിട്ട് 2010s ഇന്ത്യൻ ആൻറ്റി ലുക്കാണ്. ഞാനിപ്പോൾ ബാഗിലിരുന്നിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മയും അച്ഛനും വരാൻ. സോ എൻ്റെ അച്ഛനും അമ്മയും അയ്യനും എന്തിനാ വരണമെന്നറിയില്ല, പക്ഷെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ. അതിന് മുമ്പ് അമ്പലത്തേക്ക് പോകണം തോന്നുന്നു. പോയിട്ട് ഞാൻ കേരള പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കാം. അമ്പലത്തിൽ പോയിട്ട് എൻ്റെ തലയിലത്തെ കുറി കണ്ടു. എൻ്റെ നെറ്റിയിൽ അങ്ങനെ കുറിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചുറ്റിയൊക്കെ ഇട്ടിട്ട് അതെവിടെ വെച്ചു? വേറെ സ്പൂൺ എടുത്തിട്ട് വേണം. വളർന്നിട്ടില്ല എന്ന് മനസ്സിലായപ്പോ എവറിഡേ ഹാപ്പി സൺഡേ സാറ്റർഡേ ഫ്രൈഡേ. പക്ഷെ നിന്റെ സൺഡേസ് ഹാപ്പിയാണോ? നിന്റെ സൺഡേസ് ഹാപ്പിയാണോ? എൻ്റെ സൺഡേ ഹാപ്പിയല്ല. അമ്മേൻ്റെ സൺഡേ ഹാപ്പിയാണോ? ഇപ്പോൾ കറക്റ്റിന് ഞാൻ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യണം. കാരണം പാലക്കാടിലേക്ക് ഇനി 13 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഞാൻ ട്രെയിനിൽ വീട്ടിൽ വേഗം പറ്റും. ഞാൻ ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം തന്നെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് മതിയായുണ്ട്. വിളിച്ച് പറ. ഇത് ഞാൻ ആദ്യമായിട്ട് ക്രോഷ്യ അടിച്ച് ചവിട്ടി. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പുഴുവാണ്. ഇത് വന്നിട്ട് ലാവൻഡർ ബട്ടർഫ്ലൈൻ്റെ പുഴുവാണ്, കാറ്റർപില്ലറാണ്. എൻ്റെ അനീത്തിൻ്റെ ടോപ്പ് കണ്ടു. റഫ്ലോസ് പ്ലേസ്. ഇതൊന്ന് വെച്ച് കാണിച്ചു കൊടുക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഏത് കൂടെ ഇടുന്നു. ഇവിടെ ഇങ്ങനെ വരും, ഇവിടെ ഇങ്ങനെ വരും. ഇത് വന്നിട്ട് ബീച്ച് ടോപ്പാണ്. ബിക്കിനി ടോപ്പ് ഇങ്ങനെ പിന്നാലെ. ഇത് വന്നിട്ട് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഹൈലി സ്റ്റഡി മെറ്റീരിയൽ.
യെസ് Yeah. ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോകും. ഇതെൻ്റെ വ്ളോഗാണ്. സേ ഹായ്. നമ്മൾ വ്ളോഗിങ് ചെയ്യണം. ഇത് വന്നിട്ട് പടക്കം. ഇത് നിൽക്കട്ടെ കാണിച്ചു തരാം. നിൽക്കാം. ഗോ ഗോ. അപ്പൊ ആ ഇങ്ങനെ അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. Yeah, നല്ല എറിയണം. പൗഡറാണ് സംഭവം. ഫ്രിക്ഷനിൽ ഗൺ പൗഡറാണ്. ആ ഫ്രിക്ഷനിൽ പോവും. ഫ്രിക്ഷൻ എന്നല്ല, ആർക്കറിയാം. ഉള്ളിൽ കല്ലുണ്ടാവും. താഴിട്ട് ഓഫ് എനിക്കൊന്ന് ഒന്ന് മതി എൻ്റെ കയ്യിലിട്ട് പൊട്ടണ്ട. The idea of this is that you can scale to hundreds of these instances per group, and that allows you to run applications such as Hadoop, etc. or Kafka. Now let's have a look into each of these Python groups in detail. So next we have the cluster Python group, and all of these two instances are going to be in the same memory zone. So why? Well, this particular Python group gives you correct memory. So you have around 10 gigabits per second of bandwidth between all these instances that will have enhanced memory.